എത്രത്തോളം കഠിനമാണ് ഈ ചില വകുപ്പുകൾ, അന്നത്തെ വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷാവിധി സംബന്ധിച്ച് നോക്കുമ്പോൾ? ഏതായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്നുള്ളത് തന്നെയായിരുന്നു കോടതിയിലെ വാദം. അത് തന്നെയാണ് അവർ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ പ്രതിക്ക് ചില ആനുകൂല്യങ്ങൾ, പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കോടതി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അതൊരു ജീവപര്യന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഒപ്പം തന്നെ ഏതായാലും മറ്റ് തെളിവ് നശിപ്പിക്കൽ, അതോടൊപ്പം തന്നെ വീട് കത്തിക്കൽ തുടങ്ങിയ ഒട്ടേറെ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കുറേ വർഷങ്ങൾ, 7ഉം 5ഉം വർഷം പ്രതി ശിക്ഷ അനുഭവിക്കണം എന്നുള്ളൊരു കാര്യവും കോടതി പറയുന്നുണ്ട്. അതാണ് ആദ്യം അനുഭവിക്കേണ്ടത്. കഴിഞ്ഞ 2017 മുതൽ ഈ കാലം വരെ പ്രതി ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ 13 വർഷം അത് ഇതിൽ കണക്കാക്കും. അതിനുശേഷം മാത്രമായിരിക്കും ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കുക. അതായത് ഏതാണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 10-20 വർഷത്തോളം ജയിൽ ശിക്ഷ പ്രതി അനുഭവിക്കേണ്ടി വരും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം സാക്ഷിയായിട്ടുള്ളത് പ്രതിയുടെ അമ്മയുടെ സഹോദരനാണ് ജോസ്. പ്രതിയിൽ നിന്ന് ഈടാക്കുന്ന തുക, നഷ്ടപരിഹാര തുക ജോസിന് നൽകണം എന്നുള്ളത് തന്നെയാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോടതിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിനും മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ചില പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ചില സ്വഭാവ കാര്യങ്ങൾ പ്രതി ജയിലിൽ കിടന്ന സമയത്ത് പോലും കാണിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് എങ്കിൽ അദ്ദേഹത്തെ, ആ പ്രതിയെ മറ്റൊരു രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സകളൊക്കെ നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ആ സാധ്യത കൂടി പരിശോധിക്കണം